ഈ അടുത്ത കാലത്താണ് ഞാനൊരുപ്പയെക്കുറിച്ച് വായിച്ചറിഞ്ഞത്. തന്റെ ആഗ്രഹങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാതെ ജീവിതത്തിന്റെ ഭാരവും പേറി തന്നെ വിശ്വസിക്കുന്നവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി, തന്റെ കൂടെ നിൽക്കുന്നവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി തന്റെ ആയുസ്സിന്റെ നല്ല കാലം പ്രവാസലോകം തിരഞ്ഞെടുത്തു. ഒടുവിൽ തന്റെ സമ്പാദ്യമെല്ലാം വീടായും മക്കളുടെ വിദ്യാഭ്യാസമായും ഭാര്യയുടെ സന്തോഷമായും മാറിയപ്പോ, വർഷങ്ങൾ പിന്നിട്ട് തനിക്ക് സഹിക്കാൻ പറ്റാത്ത രോഗം വന്നപ്പോ, തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടപ്പോ, രോഗമാണെങ്കിലും തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാമെന്ന മനസ്ഥിതിയോടെ നാട്ടിലേക്ക് വന്ന ഉപ്പയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സഹോദരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീട്ടിൽ കിടന്നുറങ്ങാൻ തനിക്ക് അനുമതി വേണമത്രേ. തന്റെ വിയർപ്പിന്റെ മണമുള്ള ആ വീട്ടിന്റെ മുറികളിൽ കിടക്കാൻ പോരാത്തവനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഖവാസം തന്റെ വീടിന്റെ കാർപോർച്ചിലാണത്രേ. ഇതൊക്കെയാണോ നമ്മളൊരു മനുഷ്യന് കൊടുക്കുന്ന മൂല്യം? കന്നുകാലികൾക്ക് പോലും ഇരട്ടക്കെട്ടിടം വെച്ചു കൊടുക്കുന്ന ഈ കാലഘട്ടത്തില് താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത എന്തു നീതിയാണ് പെണ്ണേ നീ അദ്ദേഹത്തിന് കൊടുത്തത്? എന്ത് നീതിയാണ് പെണ്ണേ നീ അദ്ദേഹത്തിന് കൊടുത്തത്? ഊണും ഉറക്കമില്ലാതെ രാപ്പകലില്ലാതെ തൻ്റെ മക്കളെ ആലോചിച്ച് അധ്വാനിച്ച് തൻ്റെ മക്കളെ സന്തോഷത്തിന് വേണ്ടി നടന്ന ഉപ്പാക്ക് നിങ്ങൾ കൊടുത്ത നീതിയാണോ പൊന്നുമക്കളെ ഇത്? ഇതിനെല്ലാം നാളെ പടച്ചറബിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? മഹ്ശറിൽ വെച്ചുകൊണ്ട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.